ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ. അവരുടെ വക്രതയും കോട്ടമുള്ളവരുടെ തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കുന്നത് നമ്മെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്. ഈ കാലം, ഈ ലോകം എങ്ങനത്തെ ലോകമാണ്? വക്രത, കോട്ടമുള്ള തലം. അവരുടെ നടുവിൽ, ഇതിന്റെ മധ്യത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. ഇനി ശ്രദ്ധിച്ചേ. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എന്നിട്ട് അളിച്ചത് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പീൻ എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയും. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് നൽകിയത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായം എടുക്കുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു, 1-ഉം 2-ഉം വാക്യം ഒന്ന് വായിച്ചു. എല്ലാവരും വചനത്തെ ശ്രദ്ധിക്കണം. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തീമത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും. ശ്രദ്ധിക്കണം, എല്ലാ ലേഖനം പോലെ അല്ല ഈ ലേഖനം. ഈ ലേഖനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവർക്കും ഉള്ള ലേഖനം. ഒന്ന്, ക്രിസ്തുയേശുവിലുള്ള സകല എല്ലാ ദൈവവിശ്വാസികളായ വിശുദ്ധന്മാരായ രക്തത്താൽ കരുകൾ പ്രാപിച്ച എല്ലാവർക്കും. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ്? പൗലോസും തീമത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള. ഓക്കേ, 1-ാമത്തെ വാക്യം തന്നെ കാണിച്ചു. അപ്പോൾ പൗലോസും തിമോത്തിയോസും രണ്ടുപേരും കൂടെ ചേർന്ന് ഫിലിപ്പിയിൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ക്രിസ്തുയേശുവിലുള്ള സകല എല്ലാ വിശുദ്ധന്മാർക്കും, അടുത്തത് അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പൊ ഒരാൾക്ക് വേണ്ടിയല്ല, വ്യത്യസ്ത തലത്തിലുള്ളവർക്ക് എഴുതുന്നതാണ്. ആത്മീയ ശുശ്രൂഷ നിൽക്കുന്ന, അത് ഓവർസിയർ ആകട്ടെ, ബിഷപ്പ് ആകട്ടെ, ഡീക്കൻ ആകട്ടെ, പാസ്റ്റർ ആകട്ടെ, ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ, അവർക്കും വിശുദ്ധന്മാർക്കായ ദൈവമക്കൾക്കും വേണ്ടി സകലർക്കും എഴുതുന്ന ഒരു ലേഖനമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട, എല്ലാവരോടുമുള്ള ഒരു ആലോചന ഉള്ളതാണ് ഇത്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, 2-ാമത്തെ വാക്യം വായിച്ചേ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പൊ പിതൃത്വ പരിശുദ്ധാത്മാവാം ദൈവത്തിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങൾക്ക്. ഇത് രണ്ട് എവിടുന്ന് കിട്ടുമെന്നറിയാം? കാശ് കൊടുത്താൽ കിട്ടത്തില്ല. കൃപയും സമാധാനവും എന്റെ കർത്താവിങ്കിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ലോകത്തിൽ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് നമുക്ക് എന്തും വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ലോകം. വലിയ സ്ഥലത്തേക്ക്, പട്ടണത്തിൽ ചെന്നാൽ, ഒരിടത്ത് ചെന്നാൽ, ഒരു മാളിൽ ചെന്നാൽ, ഒരു ബിൽഡിങ്ങിൽ ചെന്നാൽ മതി. അധികം താമസിക്കാതെ നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും അത് എത്തും. അവിടെ മതി, എല്ലാം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. പക്ഷെ എങ്ങനെ ലഭിക്കാത്തൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ കൃപ, ഗ്രേസ്. അർഹിക്കാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ ദാനമാണ് കൃപ. ദൈവകൃപ കിട്ടുവാന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? നമുക്കത് യോഗ്യതയില്ല. ഇപ്പൊ കൂലി കിട്ടുവാന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചതിന്റെയാണ് എന്ത് ചെയ്യുന്നത്? സാലറി കൂലി നമ്മൾ ചെയ്തതിന്റെയാണ്. അപ്പൊ ദൈവകൃപ ലഭിക്കാന്ന് പറഞ്ഞാൽ യാതൊരു യോഗ്യതയില്ല. അവർക്ക് മനസ്സലിഞ്ഞ് തരുന്നതാണ് ദൈവകൃപ. അപ്പൊ കൃപയും സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പൊ ദൈവകൃപയും സമാധാനവും നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ അതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടാണ് ലഭിക്കുന്നത്. നമുക്ക് ആ സമാധാനത്തിന്റെ ഉറവിടമായ യേശു
കർത്താവിൽ നിന്നാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോളൂ, ഇതിന്റെ ഗൗരവമേറിയ ദൂത് വരാൻ പോവാ. ഈ ഫിലിപ്പിയിലെ സഭ എന്ന് പറയുമ്പോൾ ഒരു ദൈവപ്രവൃത്തിയാൽ ഉടലെടുത്ത ചർച്ച. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത്, ചില വഴി അടഞ്ഞാൽ അടുത്ത വേറെ വലിയ വഴി തുറക്കാനാണ് ചിലത് ലൈഫിൽ അടഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ന് പകൽ മനസ്സിലായിക്കോണം. ഇന്ന് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ ദൂത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സകലരോടും പറയും. അതെന്താ അറിയാം? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാര് ആസിയയിൽ വചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ച് സ്റ്റെപ്പ് വെച്ചു. ദൈവാത്മാവ് അവരെ വിലക്കി. അങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 16-6 തൊട്ട് അറിയാം. 6 തൊട്ട് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം, പറയുന്ന ഭാഗം വായിച്ചാൽ മതി. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. അവർ അടുത്ത സ്ഥലത്തെത്തി. 16-7 അവിടെയും എന്ത് ചെയ്തു? വിലക്കി. നോക്കിക്കോണം, സ്റ്റെപ്പ് വെച്ചു, തടസ്സം നേരിട്ടു. നമുക്ക് ചില സമയത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ്. ഇത് ആരുടെ കാര്യത്തിന് വേണ്ടിയാ? ദൈവകാര്യത്തിന് വേണ്ടി നിന്ന മനുഷ്യരാ. എന്തുവാ? വേറെ ഒരു കാര്യമല്ല, സുവിശേഷം പ്രസംഗിക്കുക. ആസിയയിൽ പോയി പ്രസംഗിക്കാൻ ഇവർ ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു, നോ, പോകരുത്, അവിടെ പ്രസംഗിക്കരുത്. സഞ്ചരിച്ച് അടുത്ത സ്ഥലത്തെത്തി. അവിടെയും പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കേണ്ട, ഇപ്പൊ ഇവിടെ പ്രസംഗിക്കേണ്ട. ഭയങ്കര വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അവിടെ ആഗ്രഹിച്ച് സ്റ്റെപ്പ് വെച്ചത് നടക്കാത്തൊരു കാര്യം. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറല്ലേ? ആഗ്രഹിച്ച കാര്യത്തിന് സ്റ്റെപ്പ് വെച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്ന് അത് നടക്കാതിരിക്കുമ്പോൾ, അത് നോ എന്ന ബോർഡ് കിട്ടുമ്പോൾ, അത് ബ്ലോക്കായി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ്. പക്ഷെ ദൈവകുഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നവനോട് ഒരു ദൂതുണ്ട്. അത് അടഞ്ഞെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം, അപ്പുറത്തൊരു വലുത് നിനക്ക് വേണ്ടി തുറക്കാനാണ്. ഇന്ന് ആരോടൊക്കെ ദൈവം ഉറപ്പിക്കുന്നു, പാസ്റ്ററെ കഴിഞ്ഞ 5 മാസങ്ങൾ അടഞ്ഞത് ഇന്ന് പകൽ വിശ്വസിക്കുക. ആ അടഞ്ഞതിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി തുറക്കാൻ സമയമായി. പൗലോസ് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ രാത്രി ഒരു ദർശനം കാണുക. ഒരു മക്യോദോന്യക്കാരൻ പുരുഷൻ സ്വപ്നത്തിൽ പറയാ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അപ്പൊ അവർക്ക് മനസ്സിലായി മക്യോദോന്യയിലേക്ക് പോകണം. അവർ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് അവർ കപ്പൽ ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ഫിലിപ്പിയർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് അവർ ചെന്നു. ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഫിലിപ്പി. അവിടെ സംഭവിച്ചത് അത് യൂറോപ്പിന്റെ മണ്ണിലാണ്. അവിടെ പോയപ്പോഴും വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കുന്ന അവസരം കിട്ടി. കാരണം അവിടെ ഒരു സിനഗോഗില്ല, യഹൂദന്മാരുടെ സിനഗോഗില്ല. മിനിമം പ്രായപൂർത്തിയായ ഒരു 10 പുരുഷന്മാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനഗോഗ് തുടങ്ങത്തുള്ളൂ. അപ്പൊ അതിനുപോലും ആളില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് പുഴവക്കത്തിൽ കുറെ സഹോദരിമാർ നിൽക്കുന്നത്. അവരെ നോക്കി പ്രസംഗിച്ചു. ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവം തുറന്നു. അവിടെ വീട് ദൈവം തുറന്നു. അവൾ രക്താംബരം വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു. ഹൃദയം തുറന്നു, കുടുംബം സ്നാനപ്പെട്ടു. അവിടെ വീട്ടിൻ്റെ അകത്ത് ആരാധന തുടങ്ങി. ബൈബിൾ പറയുന്നു, യഹൂദിയും യെരൂശലേമിൽ നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ അറ്റത്തോളം എന്നൊരു ദൂത് നിറവേറിയത് എപ്പോഴാണെന്നറിയാമോ? ഫിലിപ്പിന്റെ മണ്ണിൽ ആദ്യത്തെ സഭ, യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യ സഭ ഉടലെടുപ്പാൻ ഇടവന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിന്റെ അകത്ത് ചിലത് അടഞ്ഞിരിക്കുന്നത്, ജീവിതത്തിന്റെ അകത്ത് ചിലത് ബ്ലോക്കായിരിക്കുന്നത്, നാളുകളിൽ നിനക്ക് അതിന്റെ അപ്പുറത്ത് ദൈവം ചിലത് പുതിയത് തുറക്കാനാണ്. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, ചില ബ്ലോക്കായി നിൽക്കുന്ന ചില അവസ്ഥ, ചിലത് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, ഒന്നും കാണാതെ നിൽക്കുന്ന ചില അവസ്ഥ, ചില കൂടാരങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, എന്തോ പുതിയ ചില ഡോറുകൾ നിനക്കും നിന്റെ കൂടാരത്തിന്, നിനക്കും നിന്റെ തലമുറയ്ക്കും, നിനക്കും നിന്റെ ജീവിതത്തിനും തുറക്കാൻ സമയമായി. ചിലത് മുടങ്ങുന്നത് ദൈവപ്രവൃത്തി, അടുത്തത് ചിലത് നഷ്ടപ്പെടുന്നത്. ഇത് രണ്ടും നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസം. പക്ഷെ ദൈവകുഞ്ഞിനോട് പറയുന്നത്, ചിലത് നഷ്ടപ്പെട്ടാലും അതിനുവേണ്ടി അലഞ്ഞാലും അപ്പുറത്ത് നിനക്ക് വലുത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ വളരെ ആത്മനിയോഗത്തോടെ വിവേചിച്ച് ദൈവാത്മാവ് സംസാരിക്കാം. അത് മനസ്സിലാക്കണമെങ്കിലേ 1 ശലോമോന്റെ പുസ്തകം 9-ാം അധ്യായം എടുത്ത്
പുസ്തകം 9-ാം അധ്യായം, അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവാം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം, അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്ന് പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന് പറയുന്ന ഒരു ധനികൻ ഉണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അഫീഹിന്റെ മകനായ ബെഖോറിന്റെ മകനായ സൊറോറിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അത് ഷോർട്ട് ചെയ്തിട്ട് രണ്ടോട്ട്. അവന് ശൗൽ എന്ന് പറയുന്ന അവന് ശൗൽ എന്നു പേരോടെ യൗവനവും കോമളത്വവും ഉള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. മതി. അപ്പൊ ബെന്യാമിൻ ഗോത്രത്തിലുള്ള കീശ്, ധനികനായ ഒരു മനുഷ്യൻ, അവനൊരു മകനുണ്ട്, അവന്റെ പേര് ശൗൽ. ഇനി ആ വീട്ടിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നു. 3-ാമത്തെ വാക്യം വായിച്ചു. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. നന്നായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഒരു നഷ്ടം സംഭവിച്ചു. അപ്പന്റെ കഴുതകളെ കാണാനില്ല. അപ്പൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഭൃത്യനെയും കൂട്ടി സെർവന്റിനെയും കൂട്ടി കാണാതെ പോയ കഴുത എന്ത് ചെയ്യാൻ പോവാ? അന്വേഷിക്കാൻ. അങ്ങനെ 4-ാം വാക്യം വായിച്ച എല്ലാവരും ശ്രദ്ധിച്ചു. എഫ്രൈം മലനാട്ടിലും ശാലീശ ദേശത്തു കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീശ ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തു കൂടി സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സ്തൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗലും കൂടെയുള്ള ഭൃത്യനോട് പറഞ്ഞു, വരിക, നമുക്ക് മടങ്ങിപ്പോകാം. ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. ശൗല് പറയാ, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട. ഇനി ഇത്ര നോക്കിയിട്ട് ഒന്നും നടന്നില്ല, തിരിച്ചു പോകാം. ഇനി അപ്പൻ കരുതെ കാണാത്തന്റെ വിഷമത്തിലാണ് നിൽക്കുന്നത്. ഇനി ഇച്ചൂടെ കഴിയുമ്പോൾ നമ്മളെ കാണാത്തന്റെ വിഷമത്തിലായിരിക്കും. അതുകൊണ്ട് 2 വിഷമവും വേണ്ട, നമുക്ക് തിരിച്ചു പോകാം, മടങ്ങിപ്പോകാം. ഇത് പലപ്പോഴും നമ്മുടെ ദൂരത്തുണ്ടായിരുന്നു. മടുത്തു, പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല, ഇടയ്ക്കറിയാത്തൊരു മടുപ്പ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നാറില്ലേ? അവരോടുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയാണ്. നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരുന്നത്, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ബ്ലോക്ക് ആകുന്നത്, നിനക്ക് അപ്പുറത്ത് വലത് ദൈവം തുറക്കാനാണ്. ഇത് ശക്തമായ പ്രവചന ശബ്ദമാണ്. ഇത് വിവേചിച്ച് ദൈവാത്മാവ് ഇതിന്റെ അകത്ത് ചിലതിനോട് പറയാണ്. ഇതിന്റെ അകത്ത് ആരെങ്കിലും മനസ്സിനകത്ത് മടുത്തു എന്ന് തോന്നുന്നെങ്കിൽ നിന്നോടൊരു ഭയങ്കര ദൂതുണ്ട് ദൈവത്തിന്. അവൻ അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ മടുത്തു എന്ന് പറഞ്ഞപ്പോൾ 6-ാമത്തെ വചനം. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് അവനോട് പറഞ്ഞു. അപ്പൊ ഭൃത്യൻ പറഞ്ഞു, ശൗലേ എന്തായാലും വീട്ടിൽ പോകണ്ട, ഇവിടെ ഒരു ദൈവത്തിന്റെ ദാസനുണ്ട്, അവന്റെ അടുത്തേക്ക് ചെല്ലാം, അവൻ പറയുന്നൊക്കെ ഒക്കുന്നുണ്ട്, എന്തെങ്കിലും വഴി അവൻ പറഞ്ഞു തരും, നമുക്ക് ആ വഴി പോകാം. ഇന്ന് പകലും മടുത്തവരോടുള്ള ദൈവത്തിന്റെ ആലോചന ശൗലിന്റെ ഭൃത്യൻ പറഞ്ഞതുപോലെ ഇന്നൊരു ദൈവദാസ നിലയിൽ ഞാൻ ചിലതിനോട് പറയുന്നു, ഒരു വഴിയുണ്ട്, ഒരു വഴി അപ്പുറത്തുണ്ട്. അത് ദൈവിക വഴിയാ. നിന്റെ ചിന്തകൾക്കപ്പുറം, നിന്റെ നിലവുകൾക്കപ്പുറം, നിന്റെ മടുപ്പിനപ്പുറം, നിന്റെ കൈപ്പിനപ്പുറം ഒരു വഴിയുണ്ട്. അത് വെളിപ്പെടാൻ സമയമായി. ഈ 6-ാം മാസം മുതൽ വെളിപ്പെടാൻ സമയമായി. ഈ 5-ാം മാസത്തിന്റെ അവസാനത്തെ ആഴ്ച മുതൽ അത് വെളിപ്പെടാൻ സമയമായി. ഇത് വിശ്വസിച്ചോണം, ഇത് വിശ്വസിച്ചോണം. ഇന്നൊരു ദൈവദാസ നിലയിൽ ഞാൻ ആ വഴിയാ പറഞ്ഞു തരുന്നത്. ശൗലിന്റെ ഭൃത്യൻ പറഞ്ഞതുപോലെ ഒരു വഴിയുണ്ട്. നിന്റെ കയ്പ് മാറാൻ ഒരു വഴിയുണ്ട്. അതാരാന്നറിയോ? ശമൂവേൽ പ്രവാചകന. അവന്റെ അടുത്തേക്ക് പോകാന്നാ പറഞ്ഞത്. ശമൂവേൽ പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇവന്മാര് 2 കൂടെ കഴുതയെ തേടി കേറി വരുന്നതിന്റെ തലേ ദിവസം ശൗലിന് ദൈവത്തിന്റെ ആലോചന ദർശനം വെളിപ്പെട്ടു. ശമൂവേൽ പ്രവാചകനോട് പറയാണ്, നാളെ ഇതേ നേരത്തെ 2 യവന്മാര് കേറി വരും, കഴുതയെ അന്വേഷിച്ച്. അതിലെ ഒരുത്തനെ, ആ ശൗലിനെ ഞാൻ കണ്ടേക്കുക. ഇസ്രായേൽ
രാജാവായി. വരുന്നത് നഷ്ടം സംഭവിച്ച് കരുതിയെ തേടി അലഞ്ഞ് മനസ്സ് മടുത്ത് നടന്നു കയറി വരിക. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, നാളെ നിന്റെ അടുത്ത് വരുന്നവൻ ഇസ്രായേലിന്റെ അടുത്ത രാജാവാണ്. ഇവർ വീട്ടിൽ കയറി ചെന്നു. ശമൂവേൽ പ്രവാചകൻ പറയുന്നു, അതെ, നിങ്ങൾ അന്വേഷിച്ച വ്യക്തി ഞാൻ തന്നെ. ശമൂവേൽ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ കരുതയുടെ വിഷയമൊക്കെ വിട്ടേക്ക്, അത് കണ്ടു കിട്ടിയേക്കുന്നു. പക്ഷെ നിന്നോട് ദൂത് പറയുന്നു, ഒരു ചിലത് സംഭവിക്കാൻ പോയ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തൈലക്കൊമ്പെടുത്ത് കൊമ്പിൽ തൈലം നിറച്ച് അവന്റെ തലമേൽ ഒഴിച്ച് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. എന്തിനാ നീ അലഞ്ഞത്? എന്തിനാ നീ മടുക്കാൻ കാരണമായത്? മടുത്തു തിരിച്ചു പോകാൻ മതി എന്ന് പറയാൻ കാരണം, അപ്പുറത്ത് ദൈവം ഒരു വലുത് വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു, നീ മടുത്ത സ്ഥലത്തിനപ്പുറത്ത് ചിലതൊക്കെ നഷ്ടപ്പെട്ട് നീ കറങ്ങുകയായിരിക്കാം. ഈ 5-ാം മാസവും ഈ ദൂത് പറയുമ്പോഴും ചിലതൊക്കെ ജീവിതത്തിൽ ഇട്ട് കറങ്ങുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ നിനക്കായി ഒരു പൊസിഷൻ, നിനക്കായി ഒരു ക്രമീകരണം, നിനക്കായി ഒരു കൊട്ടാരം ശൗലേ ദൈവം ഒരുക്കുന്നു. അവകാശത്തിന്റെ പ്രഭുവായി അവനെ അഭിഷേകം ചെയ്തു. ഇന്ന് പകൽ ചിലരോട് പറയുന്നു, എന്തുകൊണ്ടാ പൗലോസെ ആസിയയിൽ എന്തോ ദൈവം തടഞ്ഞത്? എന്താ നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ തടസ്സം നേരിട്ടത്? അപ്പുറത്ത് ഫിലിപ്പിയിൽ യൂറോപ്പിന്റെ മണ്ണിൽ ചിലതൊക്കെ തുറക്കാനാ. എന്താ ശൗല നീ അലഞ്ഞത്? എന്താ നിനക്ക് അലഞ്ഞിട്ടൊന്നും കിട്ടാത്തത്? അപ്പുറത്ത് ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ദൂത് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തോടും ഈ ചർച്ചിന് മീതെ ഞാൻ പ്രഖ്യാപിക്കുന്നു, കഴിഞ്ഞ നാളിൽ അടഞ്ഞതെല്ലാം അപ്പുറത്ത് വേറെ തുറക്കാനാ. കഴിഞ്ഞ നാളിൽ ദൈവം നോ എന്ന് പറഞ്ഞത് അപ്പുറത്ത് ദൈവം ചിലത് തുറക്കാനാ. ചിലത് നീ മടുത്തെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പൊസിഷൻ നിനക്കായി ഒരുക്കുന്നു. ആരാധിക്കേണ്ടവർ ആരാധിച്ചോ, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോ. ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തിയാണ്. മടുത്ത നിനക്കൊരു ദൈവപ്രവൃത്തിയുണ്ട്. മടുത്ത നിനക്കൊരു ദൈവത്തിന്റെ കരമുണ്ട്. തകർന്ന നിനക്കൊരു ഉയർച്ച ദൈവത്താൽ കരുതിയിട്ടുണ്ട്. ചിലതൊക്കെ ബ്ലോക്കായത്, ചിലതൊക്കെ നീ തോറ്റത്, ചിലതൊക്കെ നിനക്ക് തടസ്സം ചെയ്തത്, ചിലതൊക്കെ നിനക്ക് ഇല്ലാതെ പോയത്, ചിലതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടത്, നീ കുറച്ചു നാളായി അലഞ്ഞത്, അപ്പുറത്ത് ദൈവത്താൽ ചിലത് പ്രിപ്പയർ ആകുന്നു. ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചോ. ഇത് ചിലരെ തൊടുകയാണ്. ചിലതിന്റെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടുകയാണ്. നിന്റെ ഭാവിക്കുള്ളത് ഓപ്പണാക്കി ദൈവം തരികയാണ്. പുതിയത് ദൈവം നിന്റെ കുടുംബത്തിൽ ചെയ്യുകയാണ്. പുതിയത് നിന്റെ തലമുറയിൽ ദൈവം ചെയ്യുകയാണ്. ഈ ദൂത് പറയുമ്പോൾ ആത്മാവിന്റെ കരം ചലിക്കുന്നു. മകളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ചിലതൊക്കെ അടഞ്ഞത്, ചിലതൊക്കെ ഉടഞ്ഞത്, ചിലതൊക്കെ നഷ്ടപ്പെട്ടത്, ചിലതൊക്കെ വളഞ്ഞത്, നടിച്ചു എന്ന് പറയുന്നത് അപ്പുറത്ത് തുറക്കാൻ ഞാൻ വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. വഴി തുറക്ക. അത്ഭുതം ചെയ്യും വാഗ്ദത്തമോരോന്നും നിറവേറ്റി ഇരുളിൽ വെളിച്ചമായവനേ. കർത്താവ് ചെയ്യും. ഇത് മകൾ വിശ്വസിക്കുക. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനം. ഫിലിപ്പിയിലെ സഭ എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനുണ്ട്.
ഞാൻ അതെല്ലാം ഷോട്ട് ചെയ്തിട്ട് ഇന്ന് ദൈവം തന്ന ആ ഒരു ആത്മനിയോഗത്തിന്റെ ഒരു വാക്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇതെല്ലാം പറഞ്ഞിട്ട് ഫിലിപ്പിലെ ദൈവസഭ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 2-ാം അധ്യായത്തിൽ അതിന്റെ 14-15 വായിച്ചേ. വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ വക്രതയെ കോട്ടമുള്ള ഇരുട്ടിന്റെ തലമുറയിൽ നമ്മൾ ആരായി മാറണം? ജ്യോതിസുകളെ പോലെ, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. വെറും പ്രകാശമല്ല, ജ്യോതിസുകളെ പോലെ ഷൈനിങ് ലൈറ്റ് എന്ന ലൈറ്റ് അല്ല, ഷൈനിങ് ലൈറ്റ്, തിളങ്ങുന്ന ലൈറ്റ്. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബീക്കൺ ലൈറ്റ്. ആംബുലൻസിന്റെയും ഫയർഫോഴ്സിന്റെയും VIP വാഹനത്തിന്റെ ഒക്കെ മേളിലുള്ള ലൈറ്റ് എന്തുവാണ്? വെട്ടിത്തിളങ്ങും. പകൽ ഓടിയാലും അതെന്തോ ചെയ്യും? ഇങ്ങനെ വെട്ടിത്തിളങ്ങും, ഷൈൻ ചെയ്യും. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ, ഏത് ലോകത്തിൽ? വക്രതയുള്ള ലോകം, കോട്ടമുള്ള ദുഷ്ടലോകത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ ദൈവം ആഗ്രഹിക്കും. ഇരുട്ട് നമുക്കറിയാം, ഇരുട്ട് ഭീതിയുടെയാണ്, നിരാശയുടെയാണ്, പ്രത്യാശയില്ലാത്തതാണ്, മുമ്പിൽ ഒന്നും കാണാൻ പറ്റാത്തതാണ്, എല്ലാം ഭയങ്കര അനിശ്ചിതത്വത്തിന്. ആ ഇരുട്ട്, ആ ലോകമാണ് ഈ ലോകം, ഇന്നത്തെ ലോകം. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഈ ലോകത്തിലെ സംഭവങ്ങൾ നോക്കുമ്പോൾ വെളിച്ചത്തിന്റെ ലോകം എന്ന് പറയാൻ പറ്റുമോ? ഇരുട്ടിന്റെ ലോകമാണ്. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്, അങ്ങനത്തെ സംഭവങ്ങളെ നമ്മൾ കേൾക്കുന്നത്, വായിക്കുന്നത് ഇരുട്ടിന്റെ തന്നെ. എല്ലാ തിന്മയും നടക്കുന്നത് അവിടാണ്. എല്ലാ പൈശാചികമായി നടക്കുന്നതും ഇരുട്ടിന്റെ മറവിലാണ്. അതാണ് ഇരുട്ടിന്റെ പ്രത്യേകത. ഇരുട്ട് നിറഞ്ഞ ലോകം. ആ ലോകത്തിൽ ഫിലിപ്പിയിലെ ദൈവ കുഞ്ഞുങ്ങളോട് പറയാണ്, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്, നമ്മൾ ആരായി മാറണം? നമുക്ക് വാഹനം ലഭിക്കണം, വീട് ലഭിക്കണം, എല്ലാം ദൈവം ചെയ്യും. വിടുതൽ ചെയ്യണം, തലമുറ വിടുതൽ എല്ലാം ഉണ്ട്. അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അടുത്ത പ്ലാൻ എന്താണെന്നറിയാമോ? നാം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. എങ്ങനെ പ്രകാശിക്കുന്നത്? വെളിച്ചം എന്ന് പറഞ്ഞാൽ ആരാ? സത്യത്തിൽ വെളിച്ചം എന്നൊരു വ്യക്തിയാണ്, അത് നമ്മുടെ കർത്താവാണ്. വെളിച്ചം ആരാണ്? നമ്മുടെ കർത്താവ്. യോഹന്നാൻ 1:4 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കും, ഇരുളോ അവനെ പിടിച്ചടക്കിയില്ല. ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത ഇരുട്ടിനെ മാറ്റും. ഇരുട്ടിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് രാത്രിയിൽ നിങ്ങളുടെ എല്ലാ വീട്ടിലെ ലൈറ്റ് എല്ലാം അണച്ച് മൊത്തം ഇരുട്ട് പിടിക്കുന്നതിനകത്ത് ഒറ്റ ലൈറ്റ് ഇട്ടാൽ മതി, വീട് മൊത്തം പ്രകാശം. ആ റൂമിൽ കയറി ഒറ്റ ലൈറ്റ് ഇട്ടാൽ മതി. അതുവരെ കണ്ട ഇരുട്ടെന്തി പോയി. കാരണം വെളിച്ചത്തിന് മുമ്പിൽ ഇരുളിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ജീവനായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചം. അപ്പൊ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടുന്നതെന്നറിയോ? വെളിച്ചം പ്രാപിക്കുക. വെളിച്ചം എന്ന് പറഞ്ഞൊരു വ്യക്തിയാ, ഇരുട്ടെന്ന് പറഞ്ഞ പിശാച. രണ്ടും വ്യക്തിയാ. വെളിച്ചം നമ്മുടെ കർത്താവ്, ഇരുട്ട് അതൊരു വ്യക്തിയാ, അത് പൈശാചികമാണ്. ഇരുട്ട് ഒരു കാര്യം പറയുന്നു, ഇരുളിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, വെളിച്ചമേ ജയിക്കത്തുള്ളൂ. 1 യോഹന്നാൻ 1:5 ബൈബിൾ പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു. ദൈവം, God is light. ദൈവം വെളിച്ചമാകുന്നു, അവരിൽ ഇരുട്ട് ഒട്ടുമില്ല. ഒട്ടുമില്ല. ദൈവം വെളിച്ചമാകുന്നു, അവരിൽ ഇരുട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തോ വെളിച്ചം
പേഴ്സൺ നമ്മുടെ കർത്താവ്. ആരാ ഇരുട്ട്? സാത്താനികമാണ്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകണം. ഉൽപ്പത്തി 1:3 പറയുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. 1:4 ഉൽപ്പത്തി 1:4 വെളിച്ചം നല്ലത് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. God divided the light from the darkness. ഇത് രണ്ടും ഒന്നിച്ചു പോകത്തില്ല. ഉറക്കെ പറ, രണ്ടും ഒന്നിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞേ. ദൈവം സൃഷ്ടിച്ചത് വെളിച്ചം, വെളിച്ചം, ഇരുട്ട്, രണ്ടും രണ്ടായിട്ട് തിരിച്ചു. അപ്പൊ വെളിച്ചം സൃഷ്ടിച്ചതാരാ? ദൈവം വെളിച്ചമാകും. ഇനി ശ്രദ്ധിക്കാം, ദൈവമാണ് വെളിച്ചം. നമ്മളെ കുറിച്ച് പ്ലാൻ എന്താ? നിങ്ങൾ ലോകത്തിൽ ജ്യോതിഷകളെ പോലെ പ്രകാശം. അപ്പൊ നമുക്ക് വെളിച്ചം ഇല്ല. നമ്മളെ എത്രയും പെട്ടെന്ന് ഇരുട്ട് മൂടുന്ന അനുഭവം നമ്മുടെ ജീവിതം അതാ. പക്ഷെ ഒരാളുണ്ട്, വെളിച്ചമായവനുണ്ട്. ഇവിടെ വെളിച്ചമായവൻ നിൽക്കുന്നു, അപ്പുറത്ത് ഇരുട്ടായവൻ നിൽക്കുന്നു. സകലത്തെ ഇപ്പൊ മൂടൂ എന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് നമ്മൾ നിൽക്കുന്നു. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു. യോഹന്നാൻ 1:9 ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ദൂതാണ്. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ട്രൂ ലൈറ്റ്. വെറും ലൈറ്റ് എന്നല്ല, ട്രൂ ലൈറ്റ്. സത്യം. സത്യ വെളിച്ചം. പല വെളിച്ചങ്ങളും ഉണ്ടെങ്കിൽ സത്യ വെളിച്ചം ഒന്നേ ഉള്ളൂ, അതെന്റെ കർത്താവാ. ആമേൻ. പല വെളിച്ചത്തിന് അവര് മാത്രമായിട്ട് വെളിച്ചമാവാനേ പറ്റത്തുള്ളൂ. സത്യ വെളിച്ചത്തിന്റെ പ്രത്യേകത മറ്റ് ചിലതിനും കൂടെ വെളിച്ചമാക്കാൻ പറ്റുന്നതാണ് സത്യ വെളിച്ചം. The true light. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക്. യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇരുട്ടിൽ, യെശയ്യാ 9:2 ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസിലുള്ള ദേശത്ത് പാത്രയുടെ മേൽ പ്രകാശം ശോഭിച്ചു. വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഇരുട്ടി കിടന്ന ദേശത്തിന് വെളിച്ചമായി മാറിയെന്ന ദൂത് പറയുന്നത്. ആരാ നമ്മളെ പ്രകാശിപ്പിക്കുന്നേ? കർത്താവ്. മനോഹര വാക്കുണ്ട് മത്തായി 4:12 മുതൽ 16 വരെ ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. യേശു ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. ഇനി ശ്രദ്ധിച്ചോളാം. എന്നിട്ട് യേശു എങ്ങോട്ടാ പോയത്? നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കക്കരെയുള്ള കപർന്നഹൂമിൽ ചെന്നു പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവചനം മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ അവിടുന്ന് യേശു കർത്താവ് വാങ്ങിപ്പോയത് ഗലീലയുടെ ചുറ്റുമുള്ള പ്രദേശത്ത് പോയി താമസിച്ചെന്ന്. കാരണം അവരോട് ഒരു ദൂതുണ്ട്, ഇരുട്ടി കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ മരണത്തിന്റെയും ഇരുട്ടിന്റെയും ശാപത്തിൽ കടന്ന ദേശത്ത് പോയി അതിന്റെ കെട്ട് ദൈവം പൊട്ടിച്ചു. ആദ്യ അത്ഭുതം ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ അത്ഭുതം ചെയ്ത് ദൈവം ഒരു വിടുതൽ ചെയ്തെങ്കിൽ ഇന്ന് പകൽ ദൂത് പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇരുട്ടാകട്ടെ, നിന്റെ ദേശത്തിന്റെ ഇരുട്ടാകട്ടെ, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടാകട്ടെ, അത് മാറ്റാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ഇന്ന് പകൽ കർത്താവ് വന്നാൽ ഇരുട്ട് മാറും. അപ്പൊ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ആരാ? നമ്മുടെ കർത്താവ്. ഇനി ഈ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചം വരും. ഇനി എങ്ങനെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാം? ബൈബിൾ പറയുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശം. സങ്കീർത്തനം 18:22 നീ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ
യഹോവ എൻ്റെ അന്ധകാരത്തെ. അപ്പൊ യേശുവിനെ സ്വീകരിക്കുമ്പോ അകത്തെ ദൈവം കത്തിക്കുക. ഇവിടെ ഇരിക്കുന്ന സകലോടും പറയാ, യേശുവിനെ സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ അകത്തൊരു ദീപം കത്തി, വെളിച്ചം വന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അതല്ല വിഷയം. ഇപ്പൊ വെളിച്ചം ഉള്ളി വന്നിട്ടുണ്ട്. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം എത്ര? അതോ ഇല്ലയോ? ചിലപ്പോ നമുക്ക് തോന്നും ഇല്ലയോ. ഒരിക്കൽ ഒരു ടീച്ചർ ഒരു കുട്ടിയെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയും, നീ മണ്ടനാണ് അങ്ങനെ. അപ്പൊ ഈ വൈകിട്ട് 4:30 ആകുമ്പം അമ്മയെടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ മണ്ടനല്ലയോ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ആര് പറഞ്ഞടാ? അത് ടീച്ചർ പറഞ്ഞു ഞാൻ മണ്ടനാന്ന്. അപ്പൊ അമ്മ പറഞ്ഞടാ, നീ മണ്ടനല്ല, നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്, ഞാൻ നിന്നോട് എത്ര ഒന്ന് സമാധാനമൊക്കെ ആയിരിക്കും. പിറ്റേ ദിവസവും വൈകിട്ട് 4:30 ആകുമ്പോൾ വീട്ടിൽ വരും. അവൻ ഇതും പറഞ്ഞോണ്ടാ വീടിന്റെ മുറ്റത്ത് ഗേറ്റിന് അവിടെ നിൽക്കും, കരഞ്ഞോണ്ടിരിക്കും. ഞാൻ മണ്ടനാന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ മണ്ടനാന്ന്. അത് ടീച്ചർ പറഞ്ഞു മണ്ടനാന്ന്. അങ്ങനെ ഒരാഴ്ചയായി, 2 ആഴ്ചയായി. അമ്മയുടെ പണി എന്താ പറയാ, 4:30 മോന് ചായം വട ഉണ്ടാക്കി കൊടുക്കുകയല്ല, മോൻ വരുന്നതിന് മുമ്പ് ഗേറ്റിന് അവിടെ നിൽക്കുക, അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം അകത്തോട്ട് കയറ്റാൻ. എല്ലാ ദിവസവും അവൻ കേൾക്കുന്ന അവൻ മണ്ടനാ. അവന് കഴിവുണ്ടല്ലോ, ഇപ്പൊ അവൻ തന്നെ തീരുമാനിച്ചു. അമ്മ എപ്പോഴും പറയുന്നു, എടാ നീ മണ്ടനല്ല. നിന്നോട് ആരും പറഞ്ഞില്ല. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവൻ സമാധാനവും. പിറ്റേ ദിവസവും വൈകിട്ട് 4:30 ആകുമ്പോൾ ഇതേ പ്രശ്നം. അമ്മ മടുത്ത്. ഒരു മനുഷ്യനല്ലേ, മനുഷ്യന്റെ കൺട്രോൾ വിടുന്ന ഒരു സമയം. എടാ അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിച്ചം ഇല്ലെന്ന് നമ്മളൊന്നും ചിന്തിച്ചില്ല. നമ്മുടെ ആ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത്. പിറ്റേ ദിവസം വന്നപ്പോ ഒരു മാസമായി. 30-ാമത്തെ ദിവസം അവനോട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, അമ്മ ഞാൻ മണ്ടനാ, എന്നെ കളിയാക്കി. അവൻ പറഞ്ഞു, അല്ല മണ്ടനല്ല. പിറ്റേ ദിവസം മനുഷ്യനല്ലേ, ഗതികെട്ട അമ്മയുടെ വായിന്ന് അറിയാതെ വന്നു, എടാ നീ മണ്ടനല്ലടാ മണ്ട. എടാ നീ മണ്ടനല്ലെന്ന് ആരാ പറഞ്ഞു? നീ മണ്ടനല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചിലത് കേറിയ പിന്നെ അത് മാറാൻ ഭയങ്കര പാടാ. അപ്പൊ ഇന്ന് പകൽ ഒരു കാര്യം കേറണം, യേശുവിനെ സ്വീകരിച്ചാൽ അവൻ എന്റെ ദീപത്തെ കത്തിച്ചു. നിങ്ങൾ ആരാന്നറിയോ? ചിലപ്പോ വണ്ടി കാണത്തില്ലായിരിക്കാം, വീട്ടിലെ സാഹചര്യങ്ങൾ കുറവായിരിക്കാം, വലിയ സാമ്പത്തിക പശ്ചാത്തലം കാണത്തില്ല, ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, അതെന്തും വിഷയമല്ല. പക്ഷെ ഉണ്ടായാലും ഇല്ലാലും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ അകത്തെ ദീപം കത്തി. നിങ്ങളുടെ അകത്തൊരു ദീപം കത്തിച്ചത് ഉയരത്തിലെ ദൈവമാണ്. ഏത് മനുഷ്യനെ പ്രകാശിക്കുന്ന ഒരു ദീപം, ഒരു വെളിച്ചം നിന്റെ അകത്തുണ്ട്. ആമേൻ. ഇത് നിങ്ങൾ അകത്തൊന്ന് വിശ്വസിക്കണം. നമ്മുടെ വിടുതൽ തുടങ്ങുന്നത് അങ്ങനെ. പിശാച് നമ്മുടെ ജീവിത സാഹചര്യം ഇത് വിശ്വസിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കത്തിച്ചു. നിങ്ങളകത്ത് ഞാൻ ദൈവത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ. ഞാൻ പറയും, നിങ്ങളുടെ അകത്തെല്ലാം ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. ഇത് പുറത്തെന്താ വരാത്ത, അതാ ഞാൻ പറയാൻ പോകുന്നത്. ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ബീക്കൺ ലൈറ്റ്, ഷൈനിങ് ലൈറ്റ്. അതിന്റെ പ്രത്യേകത എന്താ അറിയാമോ? അങ്ങനെ ഒരു സാധനം വണ്ടി എടുത്ത് വന്നാൽ ഏതെങ്കിലും ട്രാഫിക് ബ്ലോക്ക് അതിനുണ്ടാവും. ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ ബാക്കി എല്ലാം ബ്ലോക്കാണ്. പക്ഷെ ഇത് അടിച്ചുകൊണ്ട് വരുന്ന വണ്ടി വന്നപ്പോ ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലം. അതെങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 3 ലൈൻ പോകുന്നിടത്ത് 6 ലൈൻ വണ്ടി കുത്തി ഞെരുക്കി വെച്ചേക്കുക. പക്ഷെ ഈ ലൈറ്റ് ഇട്ടോണ്ട് വന്ന സാധനം വന്നപ്പോ ഇല്ലാത്ത വഴി ഉണ്ടായി. നമ്മൾ പറയുന്ന ഓണടിച്ചാൽ പോലും വരി ഉണ്ടെങ്കിലും ഫ്രണ്ടിൽ വരി തരാത്തവൻ ഇത് വരുമ്പോ അവന് വരി ഉണ്ടാവുന്നു തന്നെ. എവിടുന്ന്? എന്തിന്റെ ശക്തിയാ? ഈ ലൈറ്റിന്റെ ശക്തിയാ. ഇന്ന് പകൽ നമ്മൾ ഓരോരുത്തരും ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുമ്പോ അതിരുവെക്കാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളെ തന്നെ പെട്ടു. നമ്മുടെ അവസ്ഥ എന്താ? ഇതേപോലെ ആ ബീക്കൺ ലൈറ്റ് കൊണ്ട് നിനക്ക് പോകാൻ അവകാശമുണ്ട്. പക്ഷെ എത്ര തിരക്കായാലും നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ആരും പരിഗണിക്കത്തില്ല.
എന്നാ അവന് തിരിച്ചറിയണം, ഞാൻ എൻ്റെ വണ്ടി വേറെയാ, ഇത് സംഭവം വേറെയാ, ഇത് തിളങ്ങിയാൽ ചിലതൊക്കെ വഴിമാറും എന്ന് പറയുന്ന പോലെ നമ്മുടെ അകത്തൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ദൈവം നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ഉള്ളിൽ ജീവൻ നൽകി. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശുവിനെ സ്വീകരിക്കാൻ, ഞാൻ വരുന്ന ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാൻ. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ജീവൻ, അത് വെളിച്ചമാണ്. ഇനി പ്രകാശിക്കണം. ഇനി ഒന്ന് രണ്ട് വാക്ക് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചോണേ. 2 കൊരിന്ത്യർ 4:6 കിട്ടുന്ന ആരും വായിക്കോ? ജിജിബറോ 2 പേരും കൂടെ എടുത്തു, അപ്പൊ ഒന്നിച്ച് പെട്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. 2 കൊരിന്ത്യർ 4:6 ആരാ കിട്ടുന്നത്? വായിച്ചോ മൈക്കിൽ കൂടെ. 2 കൊരിന്ത്യർ 4:6. വീട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവത്തിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഈ വെളിച്ചം ഹൃദയത്തിൽ വന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആ വെളിച്ചം വന്നു. ഇത് തിരിച്ചറിയാം. വന്നു, ഉറക്കപ്പുറം വന്നു. അത്തിരിക്കുന്നവരെ എന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടെന്ന് പറഞ്ഞു. വെളിച്ചമുണ്ടോ പാസ്റ്ററെ? വെളിച്ചമുണ്ട്. എന്റെ വീട്ടിൽ വല്ലാത്ത സാഹചര്യം, പക്ഷെ നിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, കഥ ഓർത്താ മതി. 30 ദിവസമായിട്ട് അമ്മയും മോനും നമ്മുടെ വിഷയം. 31ാമത്തെ ദിവസം അമ്മയുടെ പിടിപൊട്ടി. നീ മണ്ടനല്ലടാ മണ്ട എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത്ര മനസ്സിലായി, ഇത്ര ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ട്. നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ട്. അത് പത്രോസ് പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ നിങ്ങളെ വിളിച്ചേക്കോ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നത് യോഹന്നാൻ 8:12. ഒരാൾ യോഹന്നാൻ 8:12 എടുക്കുക, വേറൊരാൾ 1 യോഹന്നാൻ 1:6 വരെ എടുക്കുക. ഒരാൾ യോഹന്നാൻ 8:12 എടുക്കുക, അടുത്ത ആള് 1 യോഹന്നാൻ 1:6. ഈ നോട്ട് വചനം കുറിച്ചോണേ, അനുഗ്രഹമായിരിക്കും. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യോഹന്നാൻ 8:12 വായിക്കുന്നത്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇനി എന്തോ ചെയ്യാൻ പാടില്ല? ഇരുട്ടി നടക്കാൻ പാടില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. നമ്മുടെ ഉള്ളിൽ വെളിച്ചം വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അങ്ങനെ ഏതി നടക്കണം? വെളിച്ചത്തിൽ നടക്കണം. ഇനി 1 യോഹന്നാൻ 1:6 പേരും കിട്ടിയതാരാന്ന് വെച്ചാൽ വായിച്ചോ. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. ഈ വെളിച്ചത്തിന്റെ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുട്ടി നടന്നാൽ നാം ആരാ? ഫോഷ്കര. ഇനി 7ാമത്തെ വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഈ കൂട്ടായ്മ, അപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണം? വെളിച്ചത്തിലായിരിക്കണം. നമ്മുടെ ഉള്ളിൽ എന്തോ ഉണ്ട്? വെളിച്ചം വന്നു. ഇനി നമ്മൾ എന്തിലായിരിക്കണം? വെളിച്ചത്തിൽ നടക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയാണ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ വെളിച്ചത്തെ തടയുന്ന കുറെ സംഭവമുണ്ട്. ഇതെടുത്ത് മാറ്റാതെ വെളിയിൽ പ്രകാശിക്കത്തില്ല. നമ്മുടെ ഉള്ളിലെല്ലാം ഈ വെളിച്ചം വന്നു. ഇതിനി അനുദിനം ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. മത്തായി 5:14-15. ഞാൻ ഈ വചനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ആത്മീയ ജീവിതത്തിനായി നിങ്ങൾ എല്ലാവരും നോട്ട് കുറിക്കേണ്ടവർ കുറിക്കണം. ക്രിസ്തീയ ജീവിതത്തിന് ബ്ലെസ്സിംഗ് ആയ ഒരു വചനമാണ് പറയുന്നത്. മത്തായി 5:14-15. നിങ്ങളുടെ ഹൃദയത്തിൽ കയറാൻ നിർത്തി പറയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. മലമേൽ നിൽക്കുന്ന പട്ടണത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മറഞ്ഞിരിക്കാൻ പറ്റുമോ? ആ താല്പര്യക്ക് വരുന്ന എല്ലാവർക്കും കാണാം. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. എന്നിട്ട് ഉദാഹരണം പറയാണ്, വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴിൽ ഒരു പാത്രം വെച്ച് അടയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു കട്ടിലിന്റെ അടിയിൽ വെക്കുന്ന ഈ അനുഭവം കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് തണ്ടിന്മേൽ റൂമിൽ വെച്ചാൽ, വീട്ടിൽ വെച്ചാൽ എല്ലാവർക്കും പ്രകാശമാകും. അപ്പം നമ്മുടെ വെളിച്ചം മറഞ്ഞിരിക്കാൻ പാടില്ല, ഉയർന്നിരിക്കണം.
എന്തിനെ പോലെ? മലമേൽ നിൽക്കുന്ന വീട് പോലെ. മലമേൽ നിൽക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റ് ഇട്ടാൽ ആ ദേശക്കാർക്ക് മൊത്തം കാണും. ശരിയാണോ അല്ലയോ? ശരി. കാരണം അത് ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉള്ളിൽ കത്തിച്ച വിളക്ക്, ഈ വെളിച്ചം മറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മളെല്ലാം വെളിച്ചം, ഈ വെളിച്ചം പുറത്തു. എന്താ ഈ വെളിച്ചം എന്ന് ഇനി പറയാൻ പോവാ. റോമർ 13:12 പറയുന്നു, രാത്രി കരിയാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. റോമർ 13:12 രാത്രി കരിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളയാം. വെളിച്ചത്തിന്റെ ആയുധവർഗം നമ്മൾ ചിലതിനെ എടുത്ത് കളയണം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? കളയണം. വെളിച്ചത്തെ മറയ്ക്കുന്നത് എന്തോ എടുത്ത് കളയണം. ഇനി എന്താണ് ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ? സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയാണ് വെളിച്ചമായി മാറുന്നത്. അവരൊക്കെ പറഞ്ഞ നമ്മുടെ മറ്റുള്ള മുമ്പിൽ വെളിച്ചമാകുക എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ വാക്കും പ്രവൃത്തിയുമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നത്. അത് എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 5:8, 9, 10, 11 ഒരാള് മത്തായി 5:16 വായിക്കണം. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 8, 9, 10, 11 വാക്യം വായിച്ചേ. ഇപ്പോഴോ അല്ല, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. എല്ലാവരും വാക്യം മോനെ ആ സ്ക്രീനിൽ കാണിച്ചേ. എഫേസ്യർ 5:8 മുതൽ എല്ലാവരും ശ്രദ്ധിച്ചു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഉറക്കെ പറ, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. ഞാൻ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇപ്പൊ നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ, മുമ്പ് ഇരുട്ടിലായിരുന്നു, യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദീപത്തെ കത്തി അകത്ത് വെളിച്ചം വന്നു. അടുത്തത് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളു. ഇനി നമ്മുടെ നടപ്പ്, ഇനി പ്രവൃത്തിയാന്ന് പറയാം. നമ്മുടെ നടപ്പ് എങ്ങനത്തെ ആയിരിക്കണം? കർത്താവിന് പ്രസാദമായത്. അപ്പൊ വെളിച്ചം വന്നവർ വെളിച്ചത്തിലേ നടക്കാവൂ. ഇനി നമ്മുടെ നടപ്പും പ്രവൃത്തിയും ശ്രദ്ധിച്ചോണം. ഇരുട്ടിന്റെ നടപ്പിൽ നമ്മൾ പോകരുത്. അങ്ങനെ പോയി തുടങ്ങുമ്പോ കത്തിയ ദീപത്തെ മങ്ങിപ്പിക്കും, അണയും. ഇപ്പൊ നമ്മളൊരു വീട്ടിന്റെ അകത്തെ ബൾബ് 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ലൈറ്റ് അല്ല, വീടിന്റെ പുറത്ത് മഴവെള്ളം കൊള്ളുന്ന ഒരു ലൈറ്റ് 1 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ മഞ്ഞയും പിടിച്ച് ക്ലാവും പിടിച്ച് അഴുക്കും പിടിച്ച് ഇതിരിക്കും. കാരണം എന്താ? അതിന്റെ ആ അറ്റ്മോസ്ഫിയർ അല്ല നിൽക്കുന്നത്. വെളിയിൽ നിന്നാൽ എത്രയും പെട്ടെന്ന് വെള്ളവും കയറി ക്ലാവും പിടിച്ച് മഞ്ഞ കളറുമായി വല്ലാത്ത അവസ്ഥ വരും. എന്നാൽ ഒരേ വർഷത്തെ 2 ബൾബാ വ്യത്യാസം, ഒന്ന് അകത്തും ഒന്ന് പുറത്തും. അപ്പൊ കൂട്ടായ്മ ആരോടായിരിക്കണം? വെളിച്ചത്തിന്റെ കൂട്ടായ്മയായിരിക്കും. അപ്പൊ കർത്താവിന്റെ പ്രസാദം ഇന്നെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നു. അടുത്തത് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. എന്തോ വെളിച്ചത്തിന്റെ ഫലം? എല്ലാ സൽഗുണവും, എല്ലാ നീതിയും, ട്രൂത്തും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ സത്യം ഉള്ളവനായിരിക്കുക. സത്യം ഇല്ലെങ്കിൽ വീണ്ടും ഇരുട്ട് കയറുക. ഇനി 11 ശ്രദ്ധിക്കും, ഭയങ്കര ശ്രദ്ധിക്കേണ്ട വചനം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളിയാകരുതേ, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ ഉള്ളിൽ വരുന്ന വെളിച്ചത്തെ തടയാൻ വരുന്നതിനെ ശാസിക്കണം, മാറണം. അത് നമ്മുടെ വാക്കോ പ്രവൃത്തിയാണെങ്കിൽ അത് മാറ്റണം. കാരണം അകത്ത് വന്ന വെളിച്ചത്തെ എന്ത് ചെയ്യും? മാറ്റും. അപ്പൊ ഇന്നു മുതൽ നമ്മുടെ വാക്കും പ്രവൃത്തിയിലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. വെളിച്ചമായി മാറാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് വിളിക്കുന്ന എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഇനി മത്തായി 5:16 എടുത്തേ. മത്തായി 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളാം.
അങ്ങനെ തന്നെ എല്ലാവരും ഒന്നിച്ചൊന്ന് വായിച്ച മോൻ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മളെ ഒന്നിച്ച് ചേർന്ന് വായിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്തോ വെളിച്ചം? നമ്മുടെ നല്ല പ്രവൃത്തി. ഇത് മറ്റുള്ള മുമ്പിൽ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെളിച്ചകത്ത് വന്നു ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒരു ആത്മശോധന നടത്തണം. എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി വെളിച്ചത്തെ കെടുത്തുന്നതാണോ വെളിച്ചത്തെ വർദ്ധിപ്പിക്കുന്നതാണോ? വെളിച്ചം പ്രാപിച്ചവരാ നാം ഓരോരുത്തരും. ഇന്ന് പകൽ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തും. രണ്ട് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. എങ്ങനെ നമുക്ക് വെളിച്ചമായി മാറാം? അല്ലെങ്കിൽ വെളിച്ചത്തെ തടസ്സുന്നതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും? 119 സങ്കീർത്തനം 105. 119 സങ്കീർത്തനം അതിന്റെ 105-ാമത്തെ വാക്യം. വളരെ പ്രസിദ്ധമായ വചനം. നിന്റെ വചനം എൻ്റെ കാലിലെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം. എങ്ങനെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന ജീവന്റെ വചനം. നമ്മൾ എന്തിനെ മുറുകെ പിടിക്കണ്ടേ? ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണം. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ ആയിരിക്കുന്ന എല്ലാവരോടും പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. ഇനിയുള്ള മറ്റെല്ലാവരും ശ്രദ്ധിച്ചു, മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ചു ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ജീവന്റെ വചനത്തെ പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നമ്മളൊരു തീരുമാനം എടുക്കണം. ഒന്ന്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും. അപ്പൊ ദൈവവചനത്തിൽ മുറുകെ പിടിക്കുന്നതാണ് നമ്മുടെ പ്രകാശമായി മാറുന്നത്. നാം പ്രകാശിക്കപ്പെടണമെങ്കിൽ, നമ്മൾ വളരണമെങ്കിൽ എന്തോ വേണം? ദൈവത്തിന്റെ വചനത്തെ മുറുകെ. അപ്പം 1 പത്രോസ് 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 1 പത്രോസ് 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ. ഒരാളോട് എടുത്ത് വായിച്ചോ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കണ്ടോ? ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ പ്രവൃത്തിയെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെ? എല്ലാ അസൂയയും, എല്ലാ ദുഷ്ടതയും, എല്ലാ ചതിവും, എല്ലാ വ്യാജഭാവവും, എല്ലാ നുണയും ജീവിതത്തിൽ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ പാൽ കുടിക്കുന്ന പോലെ വചനത്തെ കുടിക്കും. അപ്പൊ അവരോടാണ് പറയുന്നത്, നിന്റെ വചന കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം ദൈവത്തിന്റെ വചനമാണ്. എന്തിനെ മുറുകെ പിടിക്കണം? ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. എന്നെല്ലാവരും ശ്രദ്ധിച്ചേ. ഒരു മെയിൻ ദൂതിലേക്ക് വരിക. ദൈവം നമ്മളെ എന്തിനാ വിളിച്ചേ? പ്രകാശമായി മാറി. ദൈവം നമ്മുടെ ദീപത്തെ കത്തിച്ചു, അന്ധകാരത്തെ പ്രകാശമാക്കി. എന്നിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചമായി മാറണം. ഇന്നെല്ലാവരും ഒന്ന് ശോധനയാണ്. ഈ നമ്മുടെ എന്നെ ഉൾപ്പെടെ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് വെളിച്ചമാണോ? നമ്മുടെ വാക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമാണോ? വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെളിച്ചം മലമേൽ നിൽക്കുന്ന പട്ടണത്തിലെ വെളിച്ചം പോലാണോ? അതോ കിട്ടിയ വെളിച്ചം പറ കൊണ്ട് മൂടിയ അവസ്ഥയിലാണോ? മറ്റുള്ളവർ നമ്മുടെ പ്രവൃത്തിയുടെ വെളിച്ചം കണ്ട് പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഏറ്റവും ഗൗരവമേറിയ മെസ്സേജാണ്. ദൈവപ്രവൃത്തിയും വിടുതൽ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ ജ്യോതിസുകളെ പോലെ, ബീക്കൺ ലൈറ്റിനെ പോലെ, ഷൈനിങ് ലൈറ്റിനെ പോലെ ദേശത്ത് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. എന്ത് മുറുകെ പിടിക്കണം? മറ്റെന്തിനേക്കാൾ അപ്പുറമായി വചനത്തെ മുറുകെ പിടിക്കണം. കാരണം ഈ വചനം വായിച്ചാൽ ഇത് മനസ്സിലാവും. സകല ദുഷ്ടതയും, സകല വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ
ഇരിപ്പുണ്ട്. ഇത് നീക്കാത്തോടത്തോളം കാലം അകത്തു വന്ന വെളിച്ചം വെളി ശോഭിക്കത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഇന്നൊരു തീരുമാനമെടുക്കണം എല്ലാ പ്രിയപ്പെട്ടവരും. എനിക്ക് വെളിച്ചമായി മാറണം. നമ്മൾ വെളിച്ചമായാൽ ചിലർക്ക് അനുഗ്രഹം, ചിലർക്ക് വഴികാട്ടിയാണ്, ചിലർക്ക് ആശ്വാസമാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വാക്ക് ചിലർക്ക് ആശ്വാസമാണോ? നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തി ചിലർക്ക് ആശ്വാസമാണോ? ചിലരും കൂടെ നേടാനുള്ളതാണോ? അല്ലെങ്കിൽ ഇന്ന് പകൽ തീരുമാനിക്കണം, എല്ലാവരും ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതുകൊണ്ട് അതാ ബൈബിൾ പറഞ്ഞു, ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു കൂട്ടായ്മയില്ല, രണ്ടും രണ്ടാ. ദൈവം രണ്ടിനെ വേർതിരിച്ചു. അതിനെ നീ ശാസിക്കണം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കണം. അത് കേറിയാൽ വെളിച്ചം ഇല്ലാതാവും. എഴുന്നേറ്റ് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ തലയെ തൊട്ട് ഞാൻ ദൂത് പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ദേശത്ത് ഒറ്റയ്ക്കാണെങ്കിലോ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് വന്നേക്കുന്നേ. ഒരു ഇരുട്ടിന് പിടിച്ചു വെക്കാൻ പറ്റാത്ത ദൈവ തേജസ് നിന്റെ മേൽ ഉദിച്ചു. യേശു വന്നത് വെറുതെ അല്ല, നിന്നെ വെളിച്ചമാക്കി മാറ്റാനാ. ഇരുട്ടിന്റെ ജീവിതത്തിലല്ല, നീ ഭീതിയുടെ ജീവിതത്തിലല്ല, നിന്റെ ജീവിതം യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അടുത്തത് അന്ധകാര ഭൂമിയെ ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. ഇത് ദേശത്ത് മൂടിക്കൊണ്ടിരിക്കുക, ഈ ദിവസങ്ങളിൽ ശക്തമായി മൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ നിന്റെ മേലോ യഹോവ ഉദിക്കും. യഹോവ ഉദിക്കും. തകർന്ന ഒത്തിരി പേരുണ്ട്, ജീവിതത്തിൽ ഉടഞ്ഞു ചെറുതവരുണ്ട്, നിരാശക്കകത്ത് നടക്കുന്നവരുണ്ട്. നിന്റെ മേൽ ഒരു വെളിച്ചം ഉദിച്ച അവർക്കും കൂടെ പ്രകാശമാ. അന്ധകാരം ഭൂമിയെ, കൂരിട്ട് ജാതിയെ മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അടുത്തത് അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇതുവരെ വരാത്തതെല്ലാം ശോഭ വെളിപ്പെടുമ്പോ ഓടി അടുക്കും. ഹല്ലേലൂയ. വൈകിട്ട് ഒരു 7 മണിക്ക് വീട്ടിൽ ലൈറ്റ് ഇടുമ്പോ ഇതുവരെ വീട്ടിൽ കാണാത്ത പ്രാണികളും ജീവികളും പക്ഷികളും ആ വെളിച്ചത്തിലേക്ക് പറന്നടുത്തെടുത്തുന്ന പോലെ നീ എഴുന്നേറ്റ് പ്രകാശിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതല്ല, വന്നു ചേരൂ. ആ ശോഭ വെളിപ്പെടട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്ക്, എഴുന്നേറ്റ് പ്രകാശിക്ക്. ജാതികൾ നിന്റെ അടുത്തേക്ക്, രാജാക്കന്മാർ നിന്റെ ശോഭയിലേക്ക് വരും. പിശാച് എന്തിനാ നമ്മുടെ പ്രവൃത്തിയെ വല്ലാതാക്കിയത്? പിശാച് എന്തിനാ ഇരുട്ട് കൊണ്ട് മൂടിയത്? എന്താ നിന്റെ വെളിച്ചത്തെ തിരിച്ചറിയാത്തത്? നീ എഴുന്നേറ്റ് പ്രകാശിച്ച ചിലതൊക്കെ നിന്നിലേക്ക് വന്നു ചേരാനുണ്ട്. അതറിഞ്ഞിട്ടാ നിന്നെ മൂടിക്കുന്നേ. വീട്ടിൽ ഒന്നിച്ച് രാത്രി കുടുംബ പ്രാർത്ഥന എന്താ പിശാച് നടത്തിച്ചാട്ടെ, അത് നിന്റെ വീട്ടിലെ വെളിച്ചമാ. ആ വെളിച്ചം അടിച്ച അത് ദൈവപ്രവൃത്തിയാ. അത് അറിഞ്ഞിട്ടാണ് ബ്ലോക്ക് ആക്കുന്നത്.